അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച ഹൈക്കമാൻഡ് നിലപാടിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഹൈക്കമാൻഡുമായി ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. അയോധ്യയിലേക്കില്ലെന്ന് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയെങ്കിലും രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൌധരി എന്നിവർക്കായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത്. ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് RSSും BJPയും വർഗീയവൽക്കരിക്കുകയാണെന്നും ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാതെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും കോൺഗ്രസ് ഉന്നയിച്ചു. ഈ കാരണങ്ങൾ മുൻനിർത്തിയാണ് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയത്. എന്നാൽ ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിരവധി നേതാക്കൾ പ്രഖ്യാപിച്ചു. മകരസംക്രാന്തി ദിനത്തിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് ഘടകം വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗും അയോധ്യയിൽ പോകുമെന്ന് മന്ത്രി അനിരുദ്ധ് സിംഗും അറിയിച്ചു. അയോധ്യയിൽ പോകാൻ ക്ഷണം പോലും വേണ്ടെന്നാണ് ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു നേരത്തെ വ്യക്തമാക്കിയത്. ഗുജറാത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന അർജുൻ മോദ്വാഡിയെയും UPയിലെ നേതാക്കളും ഹൈക്കമാൻഡ് നിലപാട് തള്ളി. നേതാക്കളുടെ പരസ്യ പ്രഖ്യാപനങ്ങളോട് ഹൈക്കമാൻഡ് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശ്, UP, കർണാടക എന്നിവിടങ്ങളിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ചകൾ തുടരുന്നുവെന്നാണ് വിവരം. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയ ആയുധമാക്കുന്നത് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ ധാരണ. കൈരളി ന്യൂസ്, ദില്ലി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെ പരിഹസിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ലെന്ന് പറഞ്ഞ അസം മുഖ്യമന്ത്രി യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണം തള്ളി. അതേസമയം യാത്രയെ BJP ഭയക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഇംഫാലിലെ വേദിക്ക് അനുമതി നൽകില്ലെന്ന് മണിപ്പൂർ സർക്കാർ വ്യക്തമാക്കിയതോടെ ഉദ്ഘാടന ചടങ്ങ് ഇംഫാലിൽ നിന്നും തൗബാലിലേക്ക് മാറ്റുകയായിരുന്നു. നിയന്ത്രണങ്ങളോടെ മാത്രമേ പരിപാടി നടത്താവൂ എന്നതാണ് സർക്കാർ നിലപാട്. സംഘർഷവും ഇംഫാലിലെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകാഞ്ഞത്. ഇതിനിടെയാണ് അസമിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി കോൺഗ്രസ് ആരോപിച്ചത്. എന്നാൽ യാത്രയ്ക്ക് അനുമതി തേടിയാൽ നൽകുമെന്ന പരിഹാസവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി. ടൂറിസ്റ്റുകളെ തടയാറില്ല, സ്കൂളുകളുടെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ ഗ്രൗണ്ടുകൾ അനുവദിക്കില്ല, യാത്രയുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച അപേക്ഷ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. মই একো কোৱা নাই, মই কৈছোঁ ন্যায় হওক অন্যায় হওক অসমত যোনেই আহক আমি আদৰণি জনাব লাগে এজ এ টুৰিষ্ট। বাকী পলিটিকেলি BJPয়ে যি ৰেছপন্স কৰিব এইটো BJPৰ কথা। অসম চৰকাৰৰ ইয়াত একো নাই, অসম চৰকাৰে পাৰ্মিশ্যনো দিব। এতিয়া আমি শুনিহে আছোঁ, মই ৰাতিপুৱাও চিফ ছেক্ৰেটাৰীক সুধিছোঁ যে কিবা আপোনাক জনাইছে নেকি, একোতো জনোৱাই নাই আজিলৈকে। ഈ മാസം 14-ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 66 ദിവസം കൊണ്ട് 100 ലോക്സഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. രാഷ്ട്രീയ കാരണങ്ങൾ മൂലം BJP യാത്ര തടയാൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൈരളി ന്യൂസ്, ദില്ലി.